ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും വ്യക്തികളുടെയും ബിസിനസ് ഉടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള 60 മില്യൺ ഒമാനി റിയാലിന്റെ സാമ്പത്തിക ഇളവുകളും ഒത്തുതീർപ്പുകളും ഉൾപ്പെടുന്ന പാക്കേജിന് മന്ത്രിസഭയുടെ അംഗീകാരം. ലേബർ കാർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇളവുകളും റദ്ദാക്കലുമാണ് പാക്കേജിലുള്ളത്. പ്രവാസി തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ പ്രയോജനകരമാണ് പുതിയ തീരുമാനങ്ങൾ. സാമ്പത്തിക പാക്കേജിലെ തീരുമാനങ്ങൾ ഇനി പറയുന്നു. 7 വർഷത്തേക്ക് പ്രാബല്യത്തിലുള്ള കാലഹരണപ്പെട്ട ലേബർ കാർഡ് ഉടമകൾ തൊഴിൽ മന്ത്രാലയത്തിന് നൽകാനുള്ള എല്ലാ പിഴത്തുകകളും സാമ്പത്തിക കുടിശ്ശികകളും റദ്ദാക്കും. 2017 അതിനു മുൻപുള്ള വർഷങ്ങളിലും വരുത്തിയിട്ടുള്ള സാമ്പത്തിക കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്നും വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കും. നാടുകടത്തപ്പെട്ട തൊഴിലാളികളുടെ ടിക്കറ്റ് തുക ഉൾപ്പെടെയാണിത്. 10 വർഷത്തെ പ്രാബല്യമുള്ള ലേബർ കാർഡുകളും റദ്ദാക്കും. ഈ കാലയളവിൽ അനുബന്ധ സേവനങ്ങൾക്ക് അപേക്ഷ നൽകാതിരുന്ന ഉടമകളുടെ കാർഡുകളാണ് റദ്ദാക്കുന്നത്. അതേസമയം പുതുക്കൽ, തൊഴിലാളിയുടെ മടക്കം, സേവന ട്രാൻസ്ഫർ, ഒളിച്ചോടിയ തൊഴിലാളിയുടെ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യൽ എന്നീ കാര്യങ്ങൾക്കായി കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കുമെന്ന പ്രത്യേക വ്യവസ്ഥയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം UAE-യിലെ 10,500-ലധികം തൊഴിലാളികൾക്ക് പുതുതായി നടപ്പിലാക്കിയ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും പ്രയോജനം ലഭിച്ചതായി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ തൊഴിൽ നഷ്ടമാകുന്നവർക്ക് നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത തുക സാമ്പത്തിക സഹായമായി ലഭിക്കുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തുടനീളമുള്ള ഫെഡറൽ ഗവൺമെന്റ്, സ്വകാര്യ മേഖലകളിലെ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് എന്ന നിലയിൽ പദ്ധതി വലിയ വിജയമായി മാറിയെന്നും മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് സമഗ്രമായ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ UAE ഭരണകൂടം ആരംഭിച്ച തൊഴിലില്ലായ്മ ഇൻഷുറൻസ് സംവിധാനത്തിൽ ഇപ്പോൾ ഏകദേശം 90 ലക്ഷം തൊഴിലാളികൾ വരിക്കാരാണെന്നും മന്ത്രാലയം അറിയിച്ചു. ജോലി നഷ്ടമായ ശേഷമുള്ള 3 മാസം വരെ ഒരു വ്യക്തിയുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 60% തുക സാമ്പത്തിക നഷ്ടപരിഹാരമായി നൽകുന്നതാണ് ഈ പദ്ധതി. തൊഴിൽ നഷ്ടമായ പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും അതുവരെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഏറെ സഹായകമാകുന്ന പദ്ധതിയാണിത്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഖത്തർ ഡിജിറ്റൽ ഐഡന്റിറ്റി ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഈ ഗേറ്റുകളിലൂടെ എളുപ്പത്തിൽ പ്രവേശിക്കാനും പുറത്തു കടക്കാനും കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ സ്വദേശികൾക്കും പ്രവാസികൾക്കും അവരുടെ രേഖകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും ഡിജിറ്റൽ പകർപ്പുകൾ സൂക്ഷിക്കാനും ആവശ്യത്തിന് ഉപയോഗിക്കാനും അതോടൊപ്പം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവനങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കുന്ന സ്മാർട്ട് ആപ്ലിക്കേഷനാണ് ഖത്തർ ഡിജിറ്റൽ ഐഡന്റിറ്റി ആപ്പ്. രാജ്യത്തെ ഡിജിറ്റൽ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2024 ഒക്ടോബറിലാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ QDI ആപ്പ് ആരംഭിച്ചത്. ഇതുപയോഗിച്ച് ഈ ഗേറ്റുകൾ വഴിയുള്ള പ്രവേശനത്തിന് വഴി ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ. ഈ ഗേറ്റുകളിലൂടെ QDI ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും ആഭ്യന്തര മന്ത്രാലയം തങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപ്രകാരം പൗരന്മാരും താമസക്കാരും QDI മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മുഖം തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള സൈനപ്പ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം QDI ആപ്പിലെ ഡിജിറ്റൽ കാർഡുകൾ എന്ന വിഭാഗത്തിൽ സ്വൈപ്പ് ചെയ്ത് ട്രാവൽ ഡോക്യുമെന്റ് കാർഡ് തിരഞ്ഞെടുക്കണം. അതേസമയം ഈ സംവിധാനത്തിലൂടെ സ്ഥിരീകരണം ലഭിച്ചാലുടൻ മറ്റ് രേഖകളൊന്നും സമർപ്പിക്കാതെ വിമാനത്താവളത്തിൽ പ്രവേശിക്കാനോ പുറത്തു കടക്കാനോ സാധിക്കും. കഴിഞ്ഞ വർഷം ഖത്തർ ആരംഭിച്ച ഡിജിറ്റൽ ഐഡന്റിറ്റി ആപ്പിൽ ഉപയോക്താവിന്റെ പാസ്പോർട്ട്, ID കാർഡ്, ദേശീയ വിലാസം, ഡ്രൈവിംഗ് ലൈസൻസ്, സ്ഥാപന രജിസ്ട്രേഷൻ കാർഡ്, ആയുധ പെർമിറ്റ് കാർഡ് എന്നിവ സൂക്ഷിക്കാനും അവയുടെ ഭൗതിക രേഖകൾക്ക് പകരമായി ഉപയോഗിക്കാനും സാധിക്കും. ഇതിലേക്ക് പുതുതായി ചേർത്തിരിക്കുന്ന സൗകര്യമാണ് ഈ ഗേറ്റ് വഴിയുള്ള പ്രവേശനം. ബയോമെട്രിക് ഡാറ്റ വഴിയുള്ള ആക്ടിവേഷൻ, ലോഗിൻ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവന വെബ്സൈറ്റിലേക്കുള്ള പ്രവേശനം, ഡിജിറ്റൽ വാലറ്റ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പ്രമാണ പരിശോധന, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റുകളിലേക്കുള്ള പ്രവേശനം, ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്നിവയും ഈ ആപ്പ് വഴി സാധിക്കും. രാജ്യത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മെട്രോ ട്രെയിൻ പദ്ധതി ഒമാൻ ആരംഭിക്കാൻ ഒരുങ്ങുന്നു.
മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. സുൽത്താൻ ഹൈത്തം സിറ്റിക്കും റൂവി CBDക്കും ഇടയിൽ 50 കിലോമീറ്റർ ദൂരത്തേക്കാണ് ആദ്യഘട്ടത്തിൽ മെട്രോ ട്രെയിൻ സർവീസ് നടത്തുക. മസ്കറ്റ് മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാന നഗരിയിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം നിർദ്ദിഷ്ട CBD, ഗാല, അൽ-ഖുവൈർ, ഡൗൺടൗൺ ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ 50 കിലോമീറ്റർ റൂട്ടിൽ ഏകദേശം 36 സ്റ്റേഷനുകളുണ്ടാകും. പ്രധാന നഗര കേന്ദ്രങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെട്രോയുടെ റൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് റാസൽ ഖൈമയിലെ ഒരു റെസ്റ്റോറന്റിന് 1 ലക്ഷം ദിർഹം പിഴ ചുമത്തിക്കൊണ്ട് കോടതി ഉത്തരവ്. ഹോട്ടൽ നടത്തിപ്പുകാരനും മറ്റൊരു ജീവനക്കാരനുമാണ് കോടതി പിഴ ചുമത്തിയത്. ഇതിലെ പ്രധാന പ്രതിക്ക് 1 ലക്ഷം രൂപയും കൂട്ടുപ്രതിക്ക് 5000 ദിർഹമും ശിക്ഷ വിധിച്ചു. ഇതിനു പുറമെ അനുബന്ധ ഫീസുകളും റെസ്റ്റോറന്റ് അടച്ചിരിക്കണം. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിനും പാറ്റ വീണ സീഫുഡ് സൂപ്പ് വിതരണം ചെയ്തതിനും റെസ്റ്റോറന്റ് ഉടമയ്ക്കും ജീവനക്കാരിൽ ഒരാൾക്കുമെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ എടുത്ത കേസിലാണ് കോടതി വിധി. കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം ഉപഭോക്താക്കൾക്ക് വിളമ്പിയതിലൂടെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന കുറ്റത്തിനും റെസ്റ്റോറന്റിനെതിരെ കേസ് എടുത്തിരുന്നു. ഒരു വനിതാ കസ്റ്റമറുടെ പരാതിയിലായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ കേസ് എടുത്തത്. ഭർത്താവിനോടൊപ്പം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ യുവതിക്കാണ് ദുരനുഭവമുണ്ടായത്. ഇന്ത്യ ഞായറാഴ്ച 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ UAEയിൽ 40 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളും ഇവിടെ ആഘോഷങ്ങളിൽ പങ്കുചേരും. UAEയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമെന്ന നിലയിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് രാജ്യം വരവേൽക്കുന്നത്. രാവിലെ 8 മണിക്ക് അംബാസിഡർ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ പതാക ഉയർത്തും. 40 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ UAE അവരെ രണ്ടാമത്തെ വീടായാണ് കാണുന്നതെന്നും ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ UAEയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ പറഞ്ഞിരുന്നു. അതേസമയം വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധ ഇന്ത്യൻ അസോസിയേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. അബുദാബിയിൽ നിന്നും ദുബൈയിലേക്കെത്താൻ ഇനി വെറും 30 മിനിറ്റുകൾ. ഇരുനഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അതിവേഗ പൂർണ്ണ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഇത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ ഒരു സാധാരണ പാസഞ്ചർ ട്രെയിനും പുറത്തിറക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മണിക്കൂറിൽ 350 കിലോമീറ്ററാണ് പുതിയ ട്രെയിനിന്റെ വേഗത. റീം ദ്വീപ്, സാദിയാത്ത്, യാസ് ദ്വീപ്, സയ്യദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബൈയിലെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ ജദ്ദാഫ് പ്രദേശം എന്നീ 6 സ്റ്റേഷനുകളിലൂടെയാണ് ഈ അതിവേഗ ട്രെയിൻ കടന്നു പോവുക. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അതിവേഗ ട്രെയിനും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് എപ്പോൾ തയ്യാറാകുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്ന് ഇത്തിഹാദ് റെയിൽ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ മുഹമ്മദ് അൽ ഷഹി അബുദാബിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.